ഗിരീഷ്, ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണ് ഗിരീഷ്. ബിന്ദുവിൻ്റെ മരണം അതേൽപ്പിച്ച നഷ്ടം നിങ്ങളുടെ സ്വകാര്യ ദുഃഖമാണ്. പക്ഷേ ഇത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലൊരു രാഷ്ട്രീയ വിഷയമായി തിളച്ചു മറിയുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ രണ്ടു മന്ത്രിമാരും അവിടെ വന്ന് നടത്തിയ ഉത്തരവാദിത്വരഹിതമായ പ്രതികരണം എന്ന മട്ടിലാണ് നമ്മളതിനെ കണ്ടത്. അതിനുമപ്പുറം ആരോഗ്യവകുപ്പിന് ഇക്കാര്യത്തിലൊരു വീഴ്ച സംഭവിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഗിരീഷ്? ആരോഗ്യവകുപ്പിന് രക്ഷാപ്രവർത്തകർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. രക്ഷാപ്രവർത്തകർക്ക് തീർച്ചയായിട്ടും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് കോർഡിനേഷൻ ചെയ്തത് ആരാണോ അവരുടെ തെറ്റാണത്. ഓക്കെ, ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഴ്ച മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളൊരു പ്രധാന വിഷയമായിട്ടുള്ളത് അല്ലേ? അതായത് അതവിടെ കോർഡിനേഷൻ വഹിച്ച രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ ഇന്ന് വിസ്തൃതൻ പറയുകയുണ്ടായി, ഈ മന്ത്രിമാരുടെ സ്റ്റേറ്റ്മെന്റ് രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിച്ചു എന്ന്. തീർച്ചയായിട്ടും. അതായത് ഞാൻ രാവിലെ എനിക്ക് ഈ കെട്ടിടത്തിലേക്ക് എൻ്റെ ചിറ്റ ബിന്ദു കുളിക്കാനായിട്ട് പോയി. കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് സൗണ്ടും മറ്റു കാര്യങ്ങളും കേട്ടിട്ട് മകൾ എന്നെ വിളിച്ചു. അപ്പം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത് എൻ്റെ അമ്മ ബാത്റൂമിലേക്ക് പോയി ഇതുപോലെ കെട്ടിടം ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, എന്തെങ്കിലും ചെയ്ത് ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എൻ്റെ കൊച്ചച്ഛൻ അവിടെ ഉണ്ട്, പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഞാനും ഓടിക്കൊണ്ടിരിക്കുക മോനെ, അവിടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാഷ്വാലിറ്റിയിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ കാഷ്വാലിറ്റിയിൽ 2 പേരെ കിട്ടിയിട്ടുണ്ട്. അതിലൊരാൾ നിങ്ങളുടെ അതായിരിക്കും എത്ര വയസ്സ് ചോദിച്ചു. നമ്മൾ 50 വയസ്സ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 50 വയസ്സുള്ള ഒരാൾ അടുത്തുണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷേ ഈ കാഷ്വാലിറ്റിയിലേക്ക് നമ്മളെ കയറ്റിയത് ഏകദേശം 15 മിനിറ്റോളം കാത്തു നിന്നതിന് ശേഷമാണ്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആളല്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ ഓക്കെ നോക്കട്ടെ, ഇവിടെ ഈ പുറത്തേക്ക് ഒത്തിരി ആൾക്കാരെ വെളിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് പേരെ പല സൈഡിലായിട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്, അവരിൽ എവിടെയെങ്കിലും ഉണ്ടാകും, നിങ്ങൾ അവിടെയൊക്കെ പോയി നോക്കെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് ഞാൻ മാധ്യമത്തിലൂടെയാണ് ഇത് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് ഇതുപോലെ എൻ്റെ ചിറ്റ ഇവിടെയുണ്ട്, ആളതിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്, ഷുവറാണ്, അല്ലെങ്കിൽ ആൾ എന്തായാലും പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല, മകൾ അവിടെ കിടക്കുമ്പോൾ ആൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനൊന്നും സമ്മതിക്കില്ല, ഉറപ്പാണ്, നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പോലീസുകാർ പറയുന്നത് തന്നെ ഞാനിപ്പോൾ ഇൻഫോം ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോലീസ് നമ്മളെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു രക്ഷാപ്രവർത്തകർ വീണ്ടും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, നോക്കുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞു JCB കൊണ്ടുവന്ന് അവിടെ JCB കുറച്ച് തടസ്സം ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി JCB ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എറണാകുളത്ത് നിന്ന് പനമ്പള്ളി നഗറിൽ നിന്നാണ് ഞാൻ വന്നത്. ഏകദേശം ഞാനൊരു അടുത്തെത്താറായപ്പോഴാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് ഒരു ഏറ്റുമാനൂർ എത്തിയപ്പോഴത്തേക്ക് എന്നോട് അവിടുന്ന് വിളിച്ച് പറഞ്ഞു ഒരാളെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ആൻറ്റിയായ എൻ്റെ ചിറ്റി ആയിരിക്കാനാ ചാൻസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് എനിക്ക് അവരെന്നോട് പറഞ്ഞു കൺഫേം ആണ്, ഇന്ന ആളാണ്, പക്ഷെ ആൾ പോയി മരിച്ചു എന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിനിടയിൽ സംഭവിച്ചൊരു ഡിലേ ആണ് വീഴ്ചയാണ് നിങ്ങളെ സംബന്ധിച്ചൊരു വീഴ്ചയായിട്ട് കണക്കാക്കുന്നത്. താങ്ക് യു ഗിരീഷ്. Debate with Dr. Arun Kumar.